ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BLI 222 എന്ന പേപ്പറാണ്. ഓക്കെ, BLI 222ന്റെ യൂണിറ്റ് 1 ആണ്. നമ്മുടെ യൂണിറ്റിന്റെ നെയിം എന്ന് പറയുന്നത് കാറ്റഗറൈസേഷൻ ഓഫ് സോഴ്സസ്. ഇതിലെ രണ്ട് പാർട്സ് ആണ് ഉള്ളത്, പാർട്ട് 1ഉം പാർട്ട് 2. അതിൽ പാർട്ട് 1 ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കാറ്റഗറീസ് ഓഫ് ഇൻഫർമേഷൻ സോഴ്സ് ആണ്. അതായത് ഇൻഫർമേഷൻ സോഴ്സസ് നമ്മൾ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡോക്യുമെന്ററി ആൻഡ് നോൺ ഡോക്യുമെന്ററി, പ്രിന്റ് ആൻഡ് നോൺ പ്രിന്റ്, പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സോഴ്സസ്, മാക്രോ ആൻഡ് മൈക്രോ സോഴ്സസ്, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ സോഴ്സസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി ഇത് ഓരോന്നും നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്യുമെന്ററി സോഴ്സസ്. ഡോക്യുമെന്ററി സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് രൂപത്തിലുള്ള ഇൻഫർമേഷൻ സോഴ്സ് ആണ്. അങ്ങനെയുള്ള ഡോക്യുമെന്റ്സിന്റെ രൂപത്തിലുള്ള ഇൻഫർമേഷൻ സോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോക്യുമെന്ററി സോഴ്സസ് എന്ന് പറയുന്നത്. All sources in the form of documents are called documentary sources. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് മോണോഗ്രാഫ്സ്, സോവനിയേഴ്സ്, കോൺഫറൻസ് ഡോക്യുമെന്റ്സ്, ടെക്സ്റ്റ് ബുക്ക്, തീസിസ്, റെഫറൻസ് ബുക്ക്, മാനുസ്ക്രിപ്റ്റ്, പീരിയോഡിക്കൽസ്, റിപ്പോർട്ട്സ്. ഓക്കെ, ഏറ്റവും ആദ്യം നമുക്ക് മോണോഗ്രാഫ് എന്താണെന്ന് പഠിക്കാം. മോണോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിംഗിൾ സ്പെഷ്യലൈസ്ഡ് ടോപ്പിക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു ബുക്കായിരിക്കും മോണോഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പം ആ ഒരു മോണോഗ്രാഫ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബുക്കേ ഉണ്ടാവുള്ളൂ, പിന്നെ അതിന്റെ സീരിയൽസ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഇപ്പം ഈ ഒരു മന്ത് ഫസ്റ്റ് വോളിയം ഇറങ്ങി, സെക്കൻഡ് മന്തിൽ അതിന്റെ സെക്കൻഡ് വോളിയം ഇറങ്ങി, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു ഇയറിലോട്ട് പല ഇയർ കണ്ടിന്യൂ ചെയ്ത് പല വോളിയംസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ബുക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പൊ അതിനെപ്പറ്റി ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ഒരു എന്താ പറയാ കുറെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഓതർ, ആ ഓതർ ഒത്തിരി ബുക്കുകൾ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റഡി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ ഉദ്ദേശിച്ചായിരിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിനെ പറ്റി നമുക്ക് വേണമെങ്കിൽ ഒരു മോണോഗ്രാഫ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോണോഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സോവനിയർ. സോവനിയർ എന്ന് പറഞ്ഞാല് ആക്ച്വലി എന്താണ്, ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു റിമൈൻഡർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കോൺഫറൻസ് നടത്തുക. കോൺഫറൻസ് നടത്തുമ്പോൾ ഈ ഫസ്റ്റ് കോൺഫറൻസിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കോൾ ഫോർ പേപ്പേഴ്സ് ആണ്. അതായത് നമുക്ക് നമ്മുടേതായ എന്തെങ്കിലും ഒരു ചെറിയ റിസർച്ച് വർക്കുകളൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെപ്പറ്റി നമ്മളൊരു പേപ്പർ എഴുതും, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള പേപ്പറുകൾ നമ്മൾ എഴുതുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അബ്സ്ട്രാക്ട് ആദ്യം ഷെയർ ചെയ്ത് കൊടുക്കും. ഈ അബ്സ്ട്രാക്ട് അവർ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ഫുൾ പേപ്പർ സെൻഡ് ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള അബ്സ്ട്രാക്റ്റുകളെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് സോവനിയേഴ്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് അബ്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു ഹാഫ് പേജാണ്. ഈ ഹാഫ് പേജിലുള്ള എല്ലാവരുടെ അബ്സ്ട്രാക്ട് ഇപ്പൊ ഒരു കോൺഫറൻസിലോട്ട് ഇപ്പൊ ഒരു 100 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 100 പേഴ്സൺസ് അബ്സ്ട്രാക്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അബ്സ്ട്രാക്ടിന്റെയും കൂടെ ഒരു കളക്ഷനെയാണ് നമ്മൾ സോവനിയർ എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു റിമൈൻഡറിനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയുന്നത്, സോവനിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് കോൺഫറൻസ് ഡോക്യുമെന്റ്. അതായത് ഒരു കോൺഫറൻസ് നടക്കുകയാണ്, കോൺഫറൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഡോക്യുമെന്റുകളാക്കുന്നു. അപ്പൊ കോൺഫറൻസിന്റെ പേപ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ കോൺഫറൻസിന്റെ ടൈമിങ്സ്, ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം കൂടെ നമ്മൾ ഡോക്യുമെന്റ്സ് ആക്കുമ്പോൾ ആ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺഫറൻസ് ഡോക്യുമെന്റ്. ഇതും എന്താണ്, ഡോക്യുമെന്ററി സോഴ്സ് ആണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ, നമുക്കറിയാം നമ്മൾ വായിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ, അതുപോലെ തീസിസ്, ഡിസർട്ടേഷൻസ്, അതായത് റിസർച്ചേഴ്സ് അവർ പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകളുടെ കളക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പൊ ഡിഗ്രി പഠിക്കുന്ന ആള് അവര് ഫൈനലി ഒരു തീസിസ് സബ്മിറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ PGക്കൊക്കെ. അപ്പൊ അതെല്ലാം എന്താണ്, ഒരു ഡോക്യുമെന്ററി സോഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് റെഫറൻസ് സോഴ്സ്. റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഒരു ഡോക്യുമെന്ററി സോഴ്സ് ആണ്. ദെൻ മാനുസ്ക്രിപ്റ്റുകൾ, അതുപോലെ തന്നെ പീരിയോഡിക്കൽസ്. പീരിയോഡിക്കൽസ് എന്ന് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു ഫ്രീക്വന്റ് പീരീഡിൽ ഇറങ്ങുന്ന ഒരു ഡോക്യുമെന്റ്, അതാണ് പീരിയോഡിക്കൽ എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂസ് പേപ്പർ ഡെയിലി ഉണ്ട്, അപ്പൊ ഒരു ഡെയിലി പീരിയോഡിക്കലാണ് ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാഗസിൻസ്, സ്പോർട്സ് മാഗസിൻ,
അതെല്ലാം എന്താണ് ഒരു പീരിയോഡിക്കലാണ്. സ്പോർട്സ് മാഗസിൻ എന്ന് പറയുന്നത് മന്ത്ലിയാണ് ഇറങ്ങുന്നത്. അപ്പൊ അത് എന്താണ് ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെ. അപ്പം ഇങ്ങനെയുള്ള കളക്ഷൻസിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡോക്യുമെന്ററി സോഴ്സ്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ റിപ്പോർട്ട്സ്, ടെക്നിക്കൽ റിപ്പോർട്ടുകൾ. ഇപ്പൊ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവർ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ട്. അതുപോലെ ഇപ്പോൾ ഒരു കോളേജിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അവര് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകളുണ്ട്, ട്രിപ്പ് റിപ്പോർട്ടുകളുണ്ട്. നമ്മൾ എങ്ങോടെങ്കിലും ട്രിപ്പ് പോവുക, നമുക്കത് മെമ്മറിയിൽ കെറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, വന്നിട്ട് നമ്മളൊരു യാത്രാ വിവരണം എഴുതും ഇല്ലേ. അപ്പം നമ്മൾ ആ റിപ്പോർട്ട്, ആ ട്രിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു സമ്മറൈസ്ഡ് റിപ്പോർട്ട്. അപ്പൊ അത് എന്താണ് ഒരു ഡോക്യുമെന്ററി സോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ഓൾ സോഴ്സസ് ഇൻ ദ ഫോം ഓഫ് ഡോക്യുമെന്റ്സ് ആർ നോൺ ആസ് ഡോക്യുമെന്ററി സോഴ്സസ്. ഇനി അടുത്തതാണ് നോൺ ഡോക്യുമെന്ററി സോഴ്സസ് എന്ന് പറയുന്നത്. അതായത് നോൺ ഡോക്യുമെന്ററി സോഴ്സ് എന്ന് പറയാൻ ഡോക്യുമെന്റിന്റെ ഫോമിലായിരിക്കില്ല. ഓക്കെ, അത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് എന്താ പറയാ, സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ. അപ്പൊ സ്റ്റുഡന്റ് ഒരു ഡൗട്ട് ടീച്ചറിനോട് ചോദിക്കുന്നു, ടീച്ചർ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നു. ടീച്ചർ ഒരു ഡോക്യുമെന്റ് അല്ല അവിടെ കൊടുക്കുന്നത്, പകരം എന്താണോ വോയിസിലൂടെ ഒരു ഇൻഫോർമേഷൻ ആ കുട്ടിയിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഒരു നോൺ ഡോക്യുമെന്ററി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു സിമ്പിൾ എക്സാമ്പിൾ ആട്ടോ ഞാൻ പറഞ്ഞത്. ഇതിൽ തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഹ്യൂമൻസ്, സെക്കൻഡ് വൺ ഓർഗനൈസേഷൻ, തേർഡ് വൺ വേൾഡ് വൈഡ് വെബ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻസ് ആണെന്ന് പറഞ്ഞു. അതായത് ഹ്യൂമൻസ് എങ്ങനെയാണ് നോൺ ഡോക്യുമെന്ററി സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഹ്യൂമൻസിൽ തന്നെ ഇൻഫോർമേഷൻ പ്രൊഫഷണൽസ് ഉണ്ട്, കൺസൾട്ടന്റ് ഉണ്ട്, എക്സ്പേർട്സ്, റിസോഴ്സ് പേഴ്സൺ, എക്സ്റ്റൻഷൻ വർക്കേഴ്സ്, റെപ്രസെന്റേറ്റീവ് ഓഫ് ഫേംസ്, ടെക്നോളജിക്കൽ ഗേറ്റ് കീപ്പേഴ്സ്, ഇൻവിസിബിൾ കോളേജസ്, കോമൺ മെൻ. ഇത്രയും കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ പ്രൊഫഷണൽസ്. ഓക്കെ, ഇൻഫർമേഷൻ പ്രൊഫഷണൽ എന്ന് പറയുന്ന എന്താ, ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ആ ഏരിയയുടെ പ്രൊഫഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫഷണൽ എന്ന് നമ്മൾ പറയും, എന്താണ് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റിനെ പറ്റി പ്രൊഫഷൻ ഉള്ള ആൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇൻഡെപ്ത് നോളജ് ഉള്ള ഒരാൾ. ഓക്കെ, അതൊരു നോൺ ഡോക്യുമെന്ററി സോഴ്സ്. അതായത് അവർക്ക് മറ്റുള്ളവരിലോട്ട് ഇൻഫർമേഷൻ എത്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെയാണ് കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ എബ്രോഡ് സ്റ്റഡീസിന് പോകാൻ താല്പര്യമുള്ള ആരാണ്, നമുക്ക് അബ്രോഡിലെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പത്തിനും അതിന്റെ ഒരു പ്രൊസീജിയർ അറിയാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു കൺസൾട്ടൻസിയുടെ മീറ്റ് ചെയ്യും ഇല്ലേ. അപ്പൊ അവര് വഴി നമ്മൾ എന്ത് ചെയ്യും, മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്കൊരു ഇൻഫർമേഷൻ നോളജിനെ പറ്റി അല്ലെങ്കിൽ ഒരു നോളജ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ. അതുപോലെ തന്നെയാണ് എക്സ്പേർട്ടുകൾ. എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലായിരിക്കും എക്സ്പേർട്ട്. ഇപ്പം നമുക്ക് തന്നെ എന്താ പറയാ, മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്. അപ്പൊ മാത്സിലെ നോളജ് ഉള്ള ഒരു എക്സ്പേർട്ട് അല്ലെങ്കിൽ സയൻസ് എക്സ്പേർട്ട്, ഇങ്ങനെയല്ലേ നമ്മൾ പറയാം. അപ്പൊ ഓരോരുത്തർക്കും എന്താണ് ഓരോ രീതിയിലായിരിക്കും എക്സ്പേർട്ട് സോൺ. ഓക്കെ, അപ്പൊ ഇതും എന്താണ് ഡോക്യുമെന്ററി സോഴ്സസ് ആണ്. ഇനി അടുത്തതാണ് റിസോഴ്സ് പേഴ്സൺ. റിസോഴ്സ് പേഴ്സൺ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു കോൺഫറൻസ് നടത്തുക അല്ലെങ്കിൽ ഒരു സെമിനാർ നടത്തുവാണ്. അപ്പൊ സെമിനാറിൽ വരുന്ന ഇൻവൈറ്റഡ് ടോക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അത് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ഒരു റിസോഴ്സ് പേഴ്സൺ. അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ഒരാളെയാണ് നമ്മൾ റിസോഴ്സ് പേഴ്സൺ എന്ന് പറയുന്നത്. അവര് നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒരു ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെയാണ് എക്സ്റ്റൻഷൻ വർക്കേഴ്സ്. എക്സ്റ്റൻഷൻ വർക്കർ എന്ന് പറയുന്നത് ആക്ച്വലി പ്രൊഫഷണൽസ് തന്നെയാണ് ഈ ലേറ്റസ്റ്റ് ടെക്നോളജീസ് നമ്മളുടെ എത്തിക്കാനും അതുപോലെ തന്നെ നമ്മളെ അതുമായിട്ടൊന്ന് കോപ്പപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റൻഷൻ വർക്കേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല ഫോംസിന്റെ റെപ്രസെന്റേറ്റീവ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ടെക്നോളജിക്കൽ ഗേറ്റ് കീപ്പർ. ടെക്നോളജിക്കൽ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻഫർമേഷൻ പ്രൊഫഷണൽ തന്നെയാണ്. അതുപോലെ തന്നെ എന്താണ് ആ ടെക്നോളജീനെ പറ്റി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരാൾ. ഓക്കെ, ഇപ്പം നമുക്കറിയാം ടെക്നോളജീസ് നമ്മുടെ ലൈബ്രറി ഫീൽഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി നമുക്ക് നോളജ് ട്രാൻസ്ഫർ ചെയ്ത് തരുന്ന ഒരാളെയാണ് നമ്മൾ ആ ഒരു ഏരിയയിലെ ടെക്നോളജിക്കൽ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇൻവിസിബിൾ കോളേജ്. ഇൻവിസിബിൾ കോളേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇപ്പൊ അതായത് ഒരു ഏരിയയില് ഇപ്പൊ നമ്മുടെ ഒരു ഏരിയയില് ഒരു 10 ആളുകള് ഈ ഒരു നമ്മുടെ ലൈബ്രറി സയൻസ് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകളാണ്.
അതിൻ്റെ അകത്ത് സ്റ്റുഡൻസ് ഉണ്ടാവും, BLIS കഴിഞ്ഞവരുണ്ടാവും, BLIS പഠിക്കുന്നവരുണ്ടാവും, MLISകാരുണ്ടാവും, PhD ഹോൾഡേഴ്സ് ഉണ്ടാവും, നെറ്റ് ക്ലിയർ ചെയ്തവരുണ്ടാവും, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ഇവരെന്താണ് വീക്ക്ലി ഒരു വൺസ് ഓർ ട്വൈസ് ഒരുമിച്ചിരുന്ന് അവരുടെ ഏരിയയിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഏരിയയിൽ റിസർച്ച് എന്തൊക്കെയായി, അല്ലെങ്കിൽ എന്തെല്ലാം പേപ്പറുകൾ പബ്ലിഷ് ചെയ്തു, അല്ലെങ്കിൽ പുതിയ ടെക്നോളജി കൊണ്ടുവന്ന ലൈബ്രറികൾ, ഇതെല്ലാം അവർക്ക് എന്തൊക്കെ അറിയാമോ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, ഇനി അവര് ഈ വീക്ക് ഒരു മീറ്റിംഗ് കൂടി, അല്ലെങ്കിൽ 2 മീറ്റിംഗ് കൂടി, നെക്സ്റ്റ് വീക്ക് അവർ ഇതുപോലെ തന്നെ 1-2 മീറ്റിംഗ് കൂടുന്നു. ഓക്കെ, അങ്ങനെ റെഗുലർ ആയിട്ട് പോകുന്ന ഒരു കാറ്റഗറിയാണ് ഇൻവിസിബിൾ കോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ആണ് ഇൻവിസിബിൾ കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു ഇൻഫർമേഷൻ സോഴ്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കുക. ഓക്കെ, ഇപ്പൊ PhD ഹോൾഡർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല BLIS സ്റ്റുഡന്റിനുള്ളത്. ഓക്കെ, BLIS സ്റ്റുഡന്റ് എന്ന് പറയുന്നത് അവർ പഠിക്കുന്നത് പേരത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിരിക്കും. ആ ഒരു നോളജ് അവർ PhD ഹോൾഡേഴ്സിന് കൊടുക്കുന്നു. ഈ PhD ഹോൾഡർ ചിലപ്പോൾ ഒരു 10 ഇയേഴ്സ് മുമ്പായിരിക്കും PhD ചെയ്തത്. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജിയെ പറ്റി PhD ഹോൾഡേഴ്സിനെയും BLISകാരിൽ നിന്ന് കിട്ടുന്നു. അതേ ടൈമിൽ നെറ്റുകാരുടെ അല്ലെങ്കിൽ PhD ഹോൾഡേഴ്സിന്റെ ഒരു അറിവ് BLIS സ്റ്റുഡന്റിന് അവർ ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് കോമൺ മെൻ. കോമൺ മെൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആളുകളിൽ നിന്ന് പോലും നമുക്ക് ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു അഡ്രസ് നോക്കി പോവാം. ഒരു അഡ്രസ് നമുക്ക് ഏകദേശം എന്താ പറയാ, ഒരു ലൊക്കാലിറ്റിയിൽ നമ്മൾ ചെല്ലുന്നു, അവിടെയാണ് ഇന്ന ആള് എന്ന് നമുക്കറിയാം. പക്ഷെ കുറെ വീടുകളുണ്ട്. അപ്പൊ ഇന്ന അഡ്രസ് ഏത് വീട്ടിലാണ്, അല്ലെങ്കിൽ ഇന്ന അഡ്രസ്സിലുള്ള ആൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് നമ്മൾ എന്താ ആ ലൊക്കാലിറ്റിയിലുള്ള ഒരാളോടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അവര് പ്രൊവൈഡ് ചെയ്യുന്നതും എന്താണ് ഒരു ഇൻഫർമേഷൻ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻസ് ഒരു ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പം നോൺ ഡോക്യുമെന്ററി സോഴ്സസ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് ഉണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട്, വേൾഡ് വൈഡ് വെബ് ഉണ്ട്. ഓക്കെ, ഇനി ഓർഗനൈസേഷൻസിൽ വരുന്നതാണ് ഇന്റർനാഷണൽ ഏജൻസീസ്, അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിഷിംഗ് ഹൗസസ്, മ്യൂസിയം, ലൈബ്രറീസ് ആൻഡ് ഇൻഫർമേഷൻ സെന്റേഴ്സ്, ഗവൺമെന്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസ്, പ്രസ്, സൊസൈറ്റി, ബ്രോഡ്കാസ്റ്റിംഗ് ഹൗസസ്, ആർക്കൈവ്സ്, എക്സിബിഷൻസ്. ഓക്കെ, ഇന്റർനാഷണൽ ഏജൻസീസ് എന്ന് പറയുന്ന പല ഏജൻസികൾക്കും നമ്മൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ഓക്കെ, അവർ ഇന്റർനാഷണൽ ലെവലിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂൾസ്, കോളേജസ് എല്ലാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് എന്താണ് ഒരു ഇൻഫർമേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബുക്ക് പബ്ലിഷിംഗ് ഹൗസസ്, അവരും ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് എന്താണ് നോളജ് ആണ്, ലോട്ട് ഓഫ് നോളജ് ആണ് അവർ പുറത്തേക്ക് വിടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മ്യൂസിയംസ്, നമ്മുടെ ഹിസ്റ്ററീസ് എല്ലാം എന്താ പ്രിസർവ് ചെയ്ത് വെക്കുന്നത് ഒരു മ്യൂസിയം, അതും ആക്ച്വലി എന്താണ് ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, PhD ചെയ്യുന്നവരെല്ലാം എന്താണ് മ്യൂസിയംസ് വിസിറ്റ് ചെയ്യാറുണ്ട്. നമ്മളാണെങ്കിൽ പോലും എന്താ ഒരു നമ്മൾ പലപ്പോഴും മ്യൂസിയത്തിൽ കടന്നു ചെല്ലുമ്പോഴാണ് നമ്മുടെ പൂർവികർ എങ്ങനെയായിരുന്നു എന്നും നമ്മൾ എന്തെല്ലാം ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് എന്താണ് ഒരു ഇൻഫർമേഷൻ സോഴ്സ്, നമ്മുടെ വരുന്ന തലമുറയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അതുപോലെ തന്നെ ലൈബ്രറീസ് ആൻഡ് ഇൻഫർമേഷൻ സെന്റേഴ്സ്. എന്താണ് ആക്ച്വലി ഒരു ലൈബ്രറി എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ സ്റ്റോർ ഹൗസ് ഓഫ് നോളജ്. നോളജ് ഉള്ള ഒരു സ്റ്റോർ ഹൗസ് ആണ് ലൈബ്രറീസും ഇൻഫർമേഷൻ സെന്റേഴ്സും ഒക്കെ. ഓക്കെ, ഇതെല്ലാം എന്താണ് ഇൻഫർമേഷൻ സോഴ്സ് ആണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെന്റ്സ്, അതുപോലെ തന്നെ R&D ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഫ്രീക്വന്റ് ആയിട്ട് അവർ റിസർച്ചുകൾ നടത്തുന്നു. അവർ റിസർച്ചുകളുടെ ഭാഗമായിട്ടാണ് പല ഡെവലപ്മെന്റ്സും പല ടെക്നോളജീസും ഡെവലപ്പ് ചെയ്യുന്നത്. അതെല്ലാം എന്താണ് ഇൻഫർമേഷൻ സോഴ്സ്. അതുപോലെ തന്നെയാണ് പ്രസ്സുകൾ, സൊസൈറ്റീസ്, ബ്രോഡ്കാസ്റ്റിംഗ് ഹൗസസ്, ആർക്കൈവ്സ്, എക്സിബിഷൻ, ഇതെല്ലാം ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ് എന്താണ് നമുക്കറിയാം. നമ്മളിപ്പോ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ എന്താണ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കൊടുക്കും. നമുക്കൊരു കാര്യത്തെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്യും. ഗൂഗിളില് നമുക്ക് എന്താണ് റിസൾട്ട് തരുന്നത്, നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്തത് അല്ലെങ്കിൽ എന്താണോ സെർച്ച് ചെയ്തത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ടോപ്പിക്സ്, റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരും. അതിൽ നിന്ന് നമ്മൾ ഓരോന്ന് ആവശ്യമുള്ളത് നോക്കിയെടുക്കും. നമുക്ക് എന്ത് തരം ഇൻഫർമേഷൻ ആണ് വേണ്ടത് നമ്മൾ നോക്കിയെടുക്കും. അപ്പം നോൺ ഡോക്യുമെന്ററി സോഴ്സസിൽ നമുക്ക് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഹ്യൂമൻസ്, സെക്കൻഡ് വൺ ഓർഗനൈസേഷൻസ്, തേർഡ് വൺ വേൾഡ് വൈഡ്.
നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ ഇപ്പൊ നിങ്ങളോട് നോൺ ഡോക്യുമെന്ററി സോഴ്സസ് ആണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ ഹ്യൂമൻസിനെ പറ്റി എഴുതണം. ആദ്യം നോൺ ഡോക്യുമെന്ററി എന്താണെന്ന് എഴുതണം. നോൺ ഡോക്യുമെന്ററി എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് ഫോമിൽ അല്ലാത്ത നോൺ ഡോക്യുമെന്റ് ഫോമിലുള്ള റിസോഴ്സസിനെയാണ് നമ്മൾ നോൺ ഡോക്യുമെന്ററി സോഴ്സസ് അല്ലെങ്കിൽ നോൺ ഡോക്യുമെന്ററി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അതിനെ തന്നെ നമുക്ക് 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഹ്യൂമൻസ്, ഓർഗനൈസേഷൻസ്, വേൾഡ് വൈഡ്. ഹ്യൂമൻസിനെ പറ്റി നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാം, അതുപോലെ തന്നെ ഓർഗനൈസേഷൻസ്, വേൾഡ് വൈഡ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡോക്യുമെന്ററി ആൻഡ് നോൺ ഡോക്യുമെന്ററി എന്നുള്ള പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്തതാണ് പ്രിന്റ് സോഴ്സസ്. ഓക്കെ, പ്രിന്റ് സോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് പ്രിന്റ് സോഴ്സസ്. പേരിൽ നിന്ന് വ്യക്തമാണ് എന്താ, അതായത് പ്രിന്റ് ഫോമിലുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷനാണ് നമ്മൾ പ്രിന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. നോൺ പ്രിന്റ് ആണെങ്കിലോ പ്രിന്റഡ് ഫോമിലായിരിക്കില്ല. ഓക്കെ, അതായത് ചിലപ്പോൾ അത് ഹാൻഡ് റിട്ടൺ ആവാം, അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്സ് ആവാം, വീഡിയോ ക്ലിപ്സ് ആവാം. അങ്ങനെയൊക്കെ ഉള്ള ഡോക്യുമെന്ററി സോഴ്സസിനെയാണ് നമ്മൾ നോൺ പ്രിന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രിന്റ് സോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, പ്രിന്റഡ് ഫോമിലുള്ള സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് പ്രിന്റ് സോഴ്സസ്. ഓൾ സോഴ്സസ് ദാറ്റ് ആർ ഇൻ പ്രിന്റ് ഫോം ആർ നോൺ ആസ് പ്രിന്റ് സോഴ്സസ്. ഞാൻ എക്സാമ്പിൾസ് ആണ് നമുക്ക് ഡെയിലി അറിയാവുന്നത്. നമ്മൾ ഡെയിലി കാണുന്നത് ബുക്ക് ഒരു പ്രിന്റ് ഫോമിലല്ലേ, പീരിയോഡിക്കൽസ് പ്രിന്റഡ് ഫോമിലാണ്. പേറ്റന്റ് എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു ഇൻവെൻഷൻ നടത്തി ആ ഇൻവെൻഷൻ കിട്ടുന്ന ഒരു എഗ്രിമെന്റ്, അതാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ്. ഇപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം, ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നമ്മുടെ എന്താ പറയാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പം BAS ഫോം ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാവും. അതായത് ഈ ഒരു പ്രോഡക്റ്റിന് ഇന്ന ക്വാളിറ്റീസ് വേണം, അല്ലെങ്കിൽ ഇന്ന സ്റ്റാൻഡേർഡ് അത് കീപ്പ് ചെയ്യണം. അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ്സുകൾ എന്തൊക്കെ പ്രിന്റ് ചെയ്ത ഫോമിലായിരിക്കും. അതുപോലെ തന്നെ കോൺഫറൻസിന്റെ ഡോക്യുമെന്റ്സ്, സോനിയേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫെഷപ്റ്റൻ. ഓക്കെ, എന്താണ് ആക്ച്വലി ഫെഷപ്റ്റൻ എന്ന് പറഞ്ഞാല്, അതായത് ഒരു സ്കോളറിന്റെ ഹോണറിൽ പബ്ലിഷ് ചെയ്യുന്ന കുറെ കളക്ഷൻ ഓഫ് റൈറ്റിംഗ്സ്. ഓക്കെ, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റൈറ്റിംഗ്സ് പബ്ലിഷ് ഇൻ ഹോണർ ഓഫ് എ സ്കോളർ. ഓക്കെ, സ്കോളറിന്റെ ഒരു കളക്ഷൻ ഓഫ്, ഒരു സ്കോളറിന്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്കോളറിന്റെ കളക്ഷൻ ഓഫ് റൈറ്റിംഗ്സ് ആണ് എന്താ ഫെഷപ്റ്റൻ എന്ന് പറയുന്നത്. അത് പ്രിന്റഡ് ഫോമിലാണെങ്കിൽ എന്തായിരിക്കും, പ്രിന്റ് സോഴ്സസിലായിരിക്കും വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ, ആർട്ടിക്കിൾസ്. റിപ്പോർട്ട് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ്, ടെക്നിക്കൽ ആവാം, അഡ്മിനിസ്ട്രേറ്റീവ് ആവാം, ട്രിപ്പ് റിപ്പോർട്ട്സുകളാവാം. അതുപോലെ തന്നെയാണ് ആർട്ടിക്കിൾ. പോപ്പുലർ ആർട്ടിക്കിൾസ് ഉണ്ട്, അതായത് ഇപ്പൊ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ, ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കാര്യം. ഓക്കെ, അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യും, ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു ആർട്ടിക്കിൾ ആണെന്നിരിക്കട്ടെ. നമുക്കിപ്പം ആ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഒരു പോപ്പുലർ ആർട്ടിക്കിൾ ആണ്, അതും പ്രിന്റഡ് ഫോമിലാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ ആർട്ടിക്കിൾസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ AI ടെക്നോളജിനെ പറ്റി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത അതൊരു ടെക്നിക്കൽ ആർട്ടിക്കിൾ ആണ്. അതുപോലെ തന്നെയാണ് റിസർച്ച് ആർട്ടിക്കിൾസ്, പഠനങ്ങളെ പറ്റി നമ്മൾ നടത്തുന്ന ഫൈൻഡിങ്സുകൾ, നമ്മുടെ പഠനങ്ങൾ, ഇതെല്ലാം എന്താണ് പ്രിന്റഡ് ഫോമിലായിരിക്കും. ഇതൊക്കെ പ്രിന്റഡ് ഫോമിലാണെങ്കിലാണ് അത് പ്രിന്റ് സോഴ്സ് ആവുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പഠനം നടത്തി, അതായത് ഞാനൊരു കാര്യത്തെ പറ്റി പഠിക്കുക, ഞാൻ ജസ്റ്റ് എന്റെ നോട്ട്ബുക്കിൽ അതൊന്ന് കുറിച്ചിട്ടു, അതൊരിക്കലും ഒരു പ്രിന്റഡ് ഫോമിലായിരിക്കില്ല, പ്രിന്റഡ് സോഴ്സ് ആയിരിക്കില്ല. കാരണം എന്താ, ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് എഴുതിയിരുന്നത്. അപ്പൊ അതിന് നമ്മൾ പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് പ്രിന്റഡ് ഫോമിലായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് പ്രിന്റ് ഫോം, നമ്മൾ ആ പേരിൽ നിന്ന് തന്നെ പഠിക്കാം. ഓൾ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ആർ ഇൻ ദ പ്രിന്റഡ് ഫോം ആർ നോൺ ആസ് പ്രിന്റ് സോഴ്സസ്. ഇതിന്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്യുക. അടുത്തതാണ് നോൺ പ്രിന്റ് സോഴ്സസ്. പ്രിന്റ് എന്താണ്, പ്രിന്റഡ് ഫോമിലാണെങ്കിൽ നോൺ പ്രിന്റ് എന്തായിരിക്കാം, തികച്ചും പ്രിന്റഡ് ഫോമിൽ അല്ലാത്തൊരു ഡോക്യുമെന്ററി സോഴ്സ് ആയിരിക്കും നോൺ പ്രിന്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഡോക്യുമെന്ററി സോഴ്സസ് ദാറ്റ് ഇസ് നോട്ട് പ്രിന്റഡ് ആർ ഓൾ നോൺ പ്രിന്റ് സോഴ്സസ്. ഓക്കെ, ഇനി അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാനുസ്ക്രിപ്റ്റ്സ് ടൈപ്ഡ് ആവാം, അല്ലെ ഹാൻഡ് റിട്ടൺ ആവാം. അതായത് സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ നമ്മൾ പ്രിന്റ് എടുത്തിട്ടില്ല, നമ്മുടെ സിസ്റ്റത്തിലാണ് സേവ് ചെയ്തിരിക്കുന്നത്, അതെന്താണ് നോൺ പ്രിന്റ് സോഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഓഫീസ് ഫയൽസ്, ഡാറ്റാബേസസ്. ഡാറ്റാബേസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഇപ്പൊ ആക്ച്വലി നമ്മുടെ
നമ്മുടെ ലൈബ്രറി സയൻസിലെ ടേംസിൽ പറയും. ഇപ്പൊ നമ്മൾ ബുക്ക് ഇഷ്യൂ ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു, ആ ഒരു ഡാറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഡാറ്റാബേസിന്റെ അകത്ത്. അത് നമുക്ക് കമ്പ്യൂട്ടറിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഒരിക്കലും നമുക്ക് പ്രിന്റഡ് ഫോമിൽ അതിന് കിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡാറ്റാബേസ് പ്രിന്റ് എടുക്കണേ നമുക്ക് എടുക്കാം. കേട്ടോ, ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയാ, സെറ്റ് ഓഫ് ടേബിൾസ് അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ്, ആ ഫോർമാറ്റിൽ നമ്മൾ ഡാറ്റ സേവ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ തീസിസ്, നമ്മുടെ പ്രോജക്ട് റിപ്പോർട്ട്സ് പ്രിന്റഡ് ഫോം അല്ല, ടൈപ്ഡ് ഓഫ്. അതുപോലെ ലെറ്റേഴ്സ്, ലബോറട്ടറി നോട്ട്ബുക്സ്, നമ്മൾ ലാബിൽ നോട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്, ആ നോട്ട് നമ്മൾ എന്താണ് പ്രിന്റഡ് ഫോമിൽ അല്ല എങ്കിൽ നമ്മൾ അതിനെ പറയും നോൺ പ്രിന്റ് സോഴ്സ് ആണ്. അതുപോലെ തന്നെ CD റെക്കോർഡിങ്സ്, വീഡിയോ റെക്കോർഡിങ്സ്, നമ്മുടെ കമ്പ്യൂട്ടർ ഫയൽസ്, ഈ പബ്ലിക്കേഷൻസ് പറയുന്നത് എന്താ? ഇലക്ട്രോണിക് പബ്ലിക്കേഷൻസ്, അതായത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഒരു PDF ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അതിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ എന്താണ് ടാബിൽ റീഡ് ചെയ്യുന്നു, പ്രിന്റഡ് ഫോമിൽ ഉണ്ടാവില്ല. ഓക്കെ, എന്താണ് ഈ പബ്ലിക്കേഷൻസ് പറയുന്നത്? ഈയുടെ ഫുൾ ഫോം ഇലക്ട്രോണിക് പബ്ലിക്കേഷൻസ്. അതുപോലെ തന്നെ ഹ്യൂമൻസ് ഓർഗനൈസേഷൻസ് വേൾഡ് വൈഡ്, ഇതെല്ലാം നോൺ പ്രിന്റ് സോഴ്സസിന് എക്സാമ്പിൾസ് ആണ്. അപ്പൊ പ്രിന്റ് സോഴ്സസ് എന്ന് പറയുന്നത് ഓൾ സോഴ്സസ് ദാറ്റ് ആർ ഇൻ പ്രിന്റ് ഫോം. നോൺ പ്രിന്റ് സോഴ്സസ് എന്ന് പറയുന്നത് ഡോക്യുമെന്ററി സോഴ്സസ് ദാറ്റ് ആർ നോട്ട് പ്രിന്റഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് പബ്ലിഷ്ഡ് സോഴ്സസ്. ഓക്കെ, എന്താണ് പബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്? അതായത് ഡോക്യുമെന്ററി സോഴ്സ് തന്നെയാണ്, പ്രിന്റഡും ആകാം നോൺ പ്രിന്റഡും ആകാം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഒരു ബുക്ക് എന്ന് പറയുന്നത് ആ ഓതർ ആ ബുക്ക് ഇറക്കുമ്പോൾ നമ്മളൊരു പബ്ലിഷറിനെ മീറ്റ് ചെയ്യുന്നു. പബ്ലിഷറാണ് ആ ബുക്ക് എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ കുറെ അധികം കോപ്പീസ് നമ്മൾ എന്താ പറയാ, ഒരു പ്രൈസ് ഇട്ട് നമ്മൾ സെല് ചെയ്യാൻ പാകത്തിന് കുറെ കോപ്പീസ് ഇറക്കുന്നത് ആരാണ്? പബ്ലിഷേഴ്സ് ആണ്. അങ്ങനെയുള്ള സോഴ്സസിനെയാണ് നമ്മൾ പബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്കുകൾ, പേറ്റന്റ്സ്, ഓവന്യൂസ്, പീരിയോഡിക്കൽസ്, കോൺഫറൻസ് ഡോക്യുമെന്റ്, ഡാറ്റാബേസസ്, ഇതെല്ലാം എന്താണ്? പബ്ലിഷ്ഡ് സോഴ്സസ് ആണ്. ഓക്കെ, ഡാറ്റാബേസസ് എന്ന് പറയുന്നതൊക്കെ ആ ഡാറ്റാബേസിന് ഒരു ഓണർ ഉണ്ടാവും. ഓക്കെ, നമ്മളൊരു പേയ്മെന്റ് ചെയ്തിട്ടായിരിക്കും ആ ഡാറ്റാബേസ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സോഴ്സസിനെയാണ് എന്ത് എന്ന് പറയുന്നത്? പബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. അതിനൊരു പേയ്മെന്റ് ഉണ്ടാവും, നമ്മൾ ആ പേയ്മെന്റ് കൊടുക്കുന്നു, ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ മേടിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് അൺപബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. അൺപബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറഞ്ഞാല് നമ്മള് ഡോക്യുമെന്ററി സോഴ്സ് തന്നെയാണ്, പക്ഷെ അത് സെയിലിന് വേണ്ടിയിട്ടായിരിക്കില്ല. ഓക്കെ, ഇറ്റ് ഈസ് നെയ്തർ പബ്ലിഷ്ഡ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് നമ്പർ ഓഫ് കോപ്പീസ്. ഓക്കെ, അതായത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒത്തിരി കോപ്പീസ് ഉണ്ടാവില്ല. അതായത് അത് സെയിലിന് വേണ്ടിയിട്ടായിരിക്കില്ല, നമ്മുടെ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ബിസിനസ് ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്ററി സോഴ്സസിനെയാണ് നമ്മൾ അൺപബ്ലിഷ്ഡ് സോഴ്സസ് എന്ന് പറയുന്നത്. ബട്ട് പബ്ലിഷ്ഡ് സോഴ്സ് എന്താ? നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് കുറെ ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്ററി സോഴ്സ് ആണ് പബ്ലിഷ്ഡ് സോഴ്സസ്. ഓക്കെ, ഇനി അൺപബ്ലിഷ്ഡിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ലെറ്റേഴ്സ്, ഓഫീസ് ഫയൽസ്, ഡയറീസ്, ലബോറട്ടറി നോട്ട്ബുക്സ്. ഓക്കെ, ലെറ്റേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഒത്തിരി കോപ്പീസ് നമ്മൾ സെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഒത്തിരി കോപ്പീസ് പ്രിപ്പയർ ചെയ്യേണ്ട. അതുപോലെ തന്നെ ഓഫീസ് ഫയൽ, നമ്മുടെ ഡയറീസ്, നമ്മുടെ നോട്ട്ബുക്സ്, ഇതെല്ലാം അൺപബ്ലിഷ്ഡ് സോഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പ്രൈമറി സോഴ്സ്. ഓക്കെ, പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇത് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ ഓരോ മൊഡ്യൂളായിട്ട് പഠിക്കും. ഇത് ജസ്റ്റ് അതിന്റെ ബേസിക്സ്, എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി, എന്താണ് ടേർഷ്യറി, അത്ര മനസ്സിലാക്കാം. ഓക്കെ, ഈ ഒരു സെക്ഷനിൽ ജസ്റ്റ് എന്താണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കാം. പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ, അത് പുതിയതായിട്ട് ജനറേറ്റ് ചെയ്ത ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങളെ പറ്റി ഒരു ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ ഒരു റിസർച്ച് നടക്കുക. നമ്മുടെ റിസർച്ചിന്റെ വർക്ക്, റിസർച്ച് എന്ത്, നമ്മളിപ്പോ ഒരു കാര്യം റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് ഒറിജിനൽ വർക്ക് ഉണ്ട്. അതായത് നമ്മൾ ചെയ്ത എന്താ പറയുക, റിസർച്ചർ ചെയ്ത വർക്ക്, അതായത് നമ്മൾ തന്നെത്താനെ ചെയ്ത വർക്ക്, അതെന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ വർക്ക് ആയിരിക്കും. അതിൽ നമ്മുടെ ഫൈൻഡിങ്സ് ഉണ്ടാവും. ഇതെല്ലാം എന്താണ്? പ്രൈമറി സോഴ്സ് ആണ്. പ്രൈമറി സോഴ്സസിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ
ആ ഒരു ഇൻഫോർമേഷൻ അൺഓർഗനൈസ്ഡ് ആയിരിക്കും. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വളരെ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഓക്കെ, പ്രൈമറി സോഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ടത് ഇറ്റ് ക്യാരീസ് ന്യൂലി ജനറേറ്റഡ് ഇൻഫോർമേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ പ്രൈമറി സോഴ്സ് ഇസ് ജനറലി സ്കാറ്റേർഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്. അതാണ് പ്രൈമറി സോഴ്സിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു റിയൽ ടൈം എക്സാമ്പിൾ ഒക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ മെക്സിക്കോയിലെ ഇപ്പൊ 2009 സ്വൈൻ ഫ്ലൂ റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് കേസ് ആയിരുന്നു അത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഓൾറെഡി അഫക്ട് ചെയ്തവർക്ക് മെഡിസിൻ വേണം, അല്ലാത്തവർക്ക് വാക്സിൻ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ റിസർച്ചസ് ഒക്കെ നടന്നു. ഓക്കെ, അപ്പൊ ഈ റിസർച്ച് എന്ന് പറയുന്നത് എന്താ, ഇന്ന പഠനങ്ങൾ നടന്നു, അവിടെ നടന്നു, ഇവിടെ നടന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പൊ അതൊരു ലിറ്ററേച്ചർ ആയിട്ട് ഇങ്ങനെ പല സോഴ്സസിലും പബ്ലിഷ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിനെപ്പറ്റി ഒരു എത്രയോ പഠനങ്ങൾ നടന്നാലാണ് നമുക്കൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ അങ്ങനെ നടന്ന പഠനങ്ങളെല്ലാം ഇങ്ങനെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതെന്ന് പറയുന്ന ഒരു അൺഓർഗനൈസ്ഡ് ഫോമിലൊന്നും ആയിരിക്കില്ല. ഇന്നാൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ എന്നാൽ അയാളുടെ ഫൈനൽ കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ വാക്സിൻ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല പബ്ലിഷ് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തെ പറ്റി നടന്ന കാര്യങ്ങൾ മുഴുവൻ സ്കാറ്റേർഡ് ആയിട്ട് വളരെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇതൊക്കെ എന്താണ് പ്രൈമറി സോഴ്സിന് എക്സാമ്പിൾ ആണ്. പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ന്യൂലി ജനറേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും പ്രൈമറി സോഴ്സിൽ. അതുപോലെ തന്നെ റിസർച്ചേഴ്സിന്റെ ഒറിജിനൽ വർക്ക് ആയിരിക്കും. ഈ ഒരു ഇൻഫർമേഷൻ സ്കാറ്റേർഡ് ആയിരിക്കും, അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് ആയിരിക്കും. ഇനി അടുത്തതാണ് സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറിയുടെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബട്ട് ഈ പ്രൈമറി സോഴ്സ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, സോറി, സെക്കൻഡറി സോഴ്സ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പ്രൈമറി സോഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻഫർമേഷൻ സെക്കൻഡറി സോഴ്സ് ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് അറേഞ്ച് സിസ്റ്റമാറ്റിക്കലി. ഇനി ഈ സെക്കൻഡറി സോഴ്സിന് എക്സാമ്പിൾ ആണ് ഇൻഡെക്സിങ് പീരിയോഡിക്കലും അബ്സ്ട്രാക്ടിങ് പീരിയോഡിക്കലും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡറി സോഴ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇൻഡെക്സിങ് ആൻഡ് അബ്സ്ട്രാക്ടിങ് പീരിയോഡിക്കൽ. ഇൻഡെക്സിങ് പീരിയോഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പീരിയോഡിക്കൽസിന്റെ ഇൻഡെക്സ് ദ കണ്ടന്റ്സ് ഓഫ് പീരിയോഡിക്കൽ റെഗുലർലി. അതായത് നമ്മുടെ പീരിയോഡിക്കൽസിന്റെ കണ്ടന്റ് ഇൻഡെക്സ് ചെയ്യുന്ന ഒരു ഇതാണ് ഇൻഡെക്സിങ് പീരിയോഡിക്കൽ എന്ന് പറയുന്നത്. എന്നാൽ അബ്സ്ട്രാക്ടിങ് പീരിയോഡിക്കൽ എന്താണ്, നമ്മുടെ ഇൻഡെക്സ്ഡ് കണ്ടന്റ്സിനെ പറ്റിയുള്ള അബ്സ്ട്രാക്റ്റും കൂടെ ഈ അബ്സ്ട്രാക്ടിങ് പീരിയോഡിക്കലിൽ ഉണ്ടാവും. അതായത് ഇൻഡെക്സിങ് പീരിയോഡിക്കൽ ഇൻഡെക്സ് ആണെങ്കിൽ അബ്സ്ട്രാക്ട് പീരിയോഡിക്കലിന്റെ അകത്ത് ഇൻഡെക്സും ഉണ്ടാവും, അബ്സ്ട്രാക്റ്റും ഉണ്ടാവും. ഈ അബ്സ്ട്രാക്ട് വായിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു സമ്മറി കിട്ടുന്നത്, ആ ഒരു പേപ്പറിൽ എന്താണ് എന്നുള്ളത്. ആക്ച്വലി അതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. ഓക്കെ, ഇൻഡെക്സിങ്ങും അബ്സ്ട്രാക്ടിങ് പീരിയോഡിക്കൽ ജനറൽ ആവാം, സബ്ജക്ട് സ്പെസിഫിക്കും ആവാം. അതായത് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി ആവാം, അതുപോലെ തന്നെ ജനറൽ ടോപ്പിക്സിനെ പറ്റിയാവും. സെക്കൻഡറി സോഴ്സ് എന്താണ്, പ്രൈമറി സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൈമറി സോഴ്സിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് സെക്കൻഡറി സോഴ്സ്. ഇത് നമ്മൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാല് പ്രൈമറിയിൽ ഇൻഫർമേഷൻ അൺഓർഗനൈസ്ഡ് ആയിരിക്കും, എന്നാൽ സെക്കൻഡറിയിൽ ഇൻഫർമേഷൻ ഓർഗനൈസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇനി അബ്സ്ട്രാക്ടിങ് ആൻഡ് ഇൻഡെക്സിങ് പീരിയോഡിക്കലില് നമ്മുടെ സെയിം ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ സെയിം ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾസ് എല്ലാം ഒരുമിച്ചാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റിലേറ്റഡ് ടോപ്പിക്സ് നമ്മൾ അടുത്തടുത്താണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ സ്കാറ്ററിങ് വളരെ കുറയ്ക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് ബാരിയേഴ്സും ഇവിടെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഇനി സെക്കൻഡറി സോഴ്സ് ആക്ച്വലി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രൈമറി സോഴ്സസിന്റെ ബിബ്ലിയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രൈമറി സോഴ്സ് എവിടെയാണോ ഉള്ളതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കീ ആണ് സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം റിവ്യൂ ആർട്ടിക്കിൾസ് എല്ലാം സെക്കൻഡറി സോഴ്സസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, സ്കാറ്ററിങ് എലിമിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻഫർമേഷനെ കൊഹറന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ആണ് ആക്ച്വലി സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മോസ്റ്റ് റെഫറൻസ് ബുക്ക് ഓൾസോ ഡിറൈവ് ദർ മെറ്റീരിയൽ ഫ്രം പ്രൈമറി സോഴ്സ്. അതായത് പ്രൈമറി സോഴ്സിൽ നിന്നാണ്. ഇപ്പം റെഫറൻസ് ബുക്കുകളുടെ കേസ് പറയുകയാണെങ്കിൽ റെഫറൻസ് ബുക്ക് എന്താണ്, ഒരു പെർട്ടിക്കുലർ ബുക്കിന്റെ, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ റെഫറൻസ് ആണ്, അല്ലെ. അപ്പൊ ആ റെഫറൻസ് ബുക്ക് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്, പല പ്രൈമറി സോഴ്സസിന്റെ ഇൻഫർമേഷൻ ഒന്ന് ക്രോഡീകരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഈ റെഫറൻസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ടേർഷ്യറി സോഴ്സ്. ടേർഷ്യറി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രൈമറി സോഴ്സിനെയും സെക്കൻഡറി സോഴ്സസിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് ടേർഷ്യറി സോഴ്സ് ഉള്ളത്. അതായത് ഒരു എക്സാമ്പിൾ അറിയുകയാണെങ്കിൽ ഗൈഡ്സ് ടു റെഫറൻസ് സോഴ്സ്, അതായത് റെഫറൻസ് സോഴ്സസിലോട്ടുള്ള ഗൈഡാണ് ഒരു ടേർഷ്യറി സോഴ്സ്. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ ഒരു ഗൈഡ്സ് ടു റെഫറൻസ് സോഴ്സ് എന്ന് പറയുന്ന ഒരു സോഴ്സ്. അപ്പൊ ആക്ച്വലി എന്താണ്? ഒരു ടോപ്പിക്കിന്റെ പല റെഫറൻസ് സോഴ്സസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് സോഴ്സ്, ആണ് ഗൈഡ്സ് ടു റെഫറൻസ് സോഴ്സ്. അപ്പൊ അതെന്താണ്? ഈ ടേർഷ്യറി സോഴ്സ് ആയി ഗൈഡ്സ് ടു റെഫറൻസ് സോഴ്സിൽ നിന്ന് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത സെക്കൻഡറിയിലോട്ടും പോകാം, പ്രൈമറിയിലോട്ടും പോകാം. ഓക്കെ, അതുപോലെ തന്നെ ബിബ്ലിയോഗ്രഫി ഓഫ് ബിബ്ലിയോഗ്രഫീസ്, അതായത് ലിസ്റ്റ് ഓഫ് ബിബ്ലിയോഗ്രഫീസ് ആണ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതെന്താണ്? ആക്ച്വലി ഒരു ടേർഷ്യറി സോഴ്സ് ആണ്. ആ ബിബ്ലിയോഗ്രഫീസ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? അങ്ങോട്ടുള്ള കീ ആണ്. അതായത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത സെക്കൻഡറി സോഴ്സസിലോട്ട് നമുക്ക് എത്താൻ പറ്റും ഈ ടേർഷ്യറി സോഴ്സിൽ നിന്ന്. അതുപോലെ സെക്കൻഡറിയിൽ ചെന്ന് കഴിയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രൈമറി സോഴ്സ് എന്തൊക്കെയുണ്ടെന്ന് അവിടെ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, അതായത് പ്രൈമറിയിലോട്ടും സെക്കൻഡറി സോഴ്സസിലോട്ടും ഉള്ള ഒരു ഗേറ്റ് വേ ആണ് ആക്ച്വലി എന്ത്? ടേർഷ്യറി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ടേർഷ്യറി സോഴ്സസിന് എക്സാമ്പിൾസ് ആണ് ഗൈഡ്സ് ടു റെഫറൻസ് സോഴ്സസ്, ബിബ്ലിയോഗ്രഫി ഓഫ് ബിബ്ലിയോഗ്രഫീസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് മാക്രോ ആൻഡ് മൈക്രോ സോഴ്സസ്. നമ്മുടെ ഫേമസ് എമിനന്റ് പേഴ്സണാലിറ്റി ഡോക്ടർ എസ് ആർ രംഗനാഥൻ ഡോക്യുമെന്റ്സിനെ മാക്രോ ഡോക്യുമെന്റ്സ് എന്നും മൈക്രോ ഡോക്യുമെന്റ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മാക്രോ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ മാക്രോ തോട്ട്സുകളാണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് എന്താണ്? ഒരു കണ്ടന്റ്, ആ കണ്ടന്റിനെ പറ്റി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്റ്റഡീസ്. ഓക്കെ, ഇപ്പം ഇൻഡെപ്ത് ആയിട്ടുള്ള കണ്ടന്റ്, അതാണ് മാക്രോയിലുള്ളത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബുക്സ്, അതുപോലെ തന്നെ തീസിസ് ആൻഡ് ഡിസർട്ടേഷൻസ് ഒക്കെ. അതായത് നമ്മൾ എന്താണ് ഒരു റിസർച്ച് നടത്തിയ റിസർച്ചിന്റെ ഫൈൻഡിങ്സ്, കാര്യങ്ങൾ, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് മാക്രോ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതായത് മാക്രോ തോട്ടുകൾ അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് എന്തിനുള്ളത്? മാക്രോ ഡോക്യുമെന്റ്സിലുള്ളത്. ഇനി മൈക്രോ എന്ന് പറയുന്നത് എന്താ? മൈക്രോ തോട്ട്സ്. ഓക്കെ, അതായത് ജേണൽ ആർട്ടിക്കിൾസ് ഒക്കെയാണ് നമ്മുടെ മൈക്രോ ഡോക്യുമെന്റ്സിലുള്ളത്. ഓക്കെ, ജേണൽ ആർട്ടിക്കിൾസ്, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോർ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ. ഓക്കെ, മറ്റേന്ന് പറഞ്ഞാല് നമ്മുടെ മാക്രോ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് കണ്ടന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ മൈക്രോ ഡോക്യുമെന്റ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മൈക്രോ കണ്ടന്റ് അല്ലെങ്കിൽ മൈക്രോ തോട്ട്സിന് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജേണൽ ആർട്ടിക്കിൾസ്. ഇപ്പൊ നമുക്കറിയാം ഒരു സബ്ജക്റ്റിന് തന്നെ പല ജേണൽസ് ഉണ്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ ലൈബ്രറി സയൻസിൽ കേസ് എടുക്കുവാണെങ്കിൽ ലൈബ്രറി സയൻസിൽ തന്നെ വരുന്നതാണ് ഇൻഫർമേഷൻ റിട്രീവൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ റിട്രീവൽ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇതെല്ലാം ലൈബ്രറി സയൻസിലെ പല ഫീൽഡുകളാണ് അല്ലെ? അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പേപ്പറുകൾ എവിടെ വരാം? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ജേണലിലായിരിക്കും വരുന്നത്. അങ്ങനെയുള്ള ജേണൽ ആർട്ടിക്കിൾസ് ഇതൊക്കെ എന്തിലാണ് വരുന്നത്? മൈക്രോ ഡോക്യുമെന്റിൽ. അതായത് ലൈബ്രറി സയൻസിന്റെ ഒരു പെർട്ടിക്കുലർ ഫീൽഡാണ് AI. അപ്പൊ ആ AIയില് ഉള്ള ആർട്ടിക്കിൾ, ജേണൽ ആർട്ടിക്കിൾ ഒരു ജേണലിൽ വരുന്നു. ഇനി വേറൊരു ജേണലിൽ എന്താ പറയാ വേറൊരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് മാക്രോയും മൈക്രോയും തമ്മിലുള്ള വ്യത്യാസം. മാക്രോ ഡോക്യുമെന്റ്സിൽ എക്സ്റ്റെൻസീവ് കണ്ടന്റ്സ് ആണുള്ളത്, മൈക്രോ ഡോക്യുമെന്റ്സിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണുള്ളത്. ഇനി അടുത്തതാണ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ്. ഓക്കെ, എസ് ആർ രംഗനാഥൻ തന്നെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനും കൊണ്ടുവന്നത്. അദ്ദേഹം ഡോക്യുമെന്റ്സിനെ കൺവെൻഷണൽ സോഴ്സസ് എന്നും നോൺ കൺവെൻഷണൽ സോഴ്സസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് നമ്മൾ ബുക്കിൽ പബ്ലിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് ഫോമിലുള്ള ഡോക്യുമെന്റ് ആണ് കൺവെൻഷണൽ സോഴ്സസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആണ് ബുക്സ്, പീരിയോഡിക്കൽസ് ഒക്കെ. നോൺ കൺവെൻഷണൽ സോഴ്സസ് എന്ന് പറയുന്നത് എന്താ? ഓഡിയോ ആവാം, വീഡിയോ ആവാം, മൈക്രോ ഫിലിംസ്, റെപ്രോഗ്രാഫ്, ഇതെല്ലാം നോൺ കൺവെൻഷണൽ സോഴ്സസിൽ വരുന്നതാണ്. കൺവെൻഷണൽ എന്ന് പറയുന്നത് പ്രിന്റഡ് ഫോമിലും നോൺ കൺവെൻഷണൽ എന്ന് പറയുന്നത് ഓഡിയോ, വീഡിയോ, മൈക്രോ ഫിലിം, റെപ്രോഗ്രാഫ് അങ്ങനെയുള്ള ഫോമിലും. ഓക്കെ, അപ്പൊ ഈ നോൺ കൺവെൻഷണൽ സോഴ്സസ് എന്ന് പറയുന്ന മൈക്രോ ഫോം, അതായത് മൈക്രോ ഫോമിലുള്ള
ഡോക്യുമെന്റ്സ്. അതുപോലെ തന്നെ റെപ്രോഗ്രാഫിക് ഫോമിലുള്ളത് ഈ എന്താണത്? ആക്ച്വലി ഒരു ഡോക്യുമെന്റിന്റെ ഫോട്ടോഗ്രാഫിക് റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, ആ ഫോട്ടോഗ്രാഫിക് റീപ്രൊഡക്ഷനെ നമ്മൾ എന്ത് ചെയ്യും? സൈസ് കുറച്ചിട്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ തിൻ ഫിലിംസ് ഒക്കെ ഇല്ലേ, ഈ തിൻ ഫിലിംസിലോട്ട് നമ്മൾ സൈസ് കുറച്ച് കോപ്പി ചെയ്ത് വെക്കുകയാണ് എന്ത് ചെയ്യുന്നത്? മൈക്രോ ഫിലിംസിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, ഇങ്ങനെ ഡാറ്റ പ്രിസർവ് ചെയ്ത് വെക്കാൻ, ഒത്തിരി വർഷത്തേക്ക് ഡാറ്റ പ്രിസർവ് ചെയ്ത് വെക്കാനുള്ളതാണ് ആക്ച്വലി മൈക്രോ ഫിലിം എന്ന് പറയുന്നത്. ഇതെല്ലാം എന്താണ്? നോൺ കൺവെൻഷണൽ സോഴ്സസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്? റെപ്രോഗ്രാഫിക് മെഷീൻസ് യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്, ഇതും നോൺ കൺവെൻഷണൽ സോഴ്സസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ മാക്രോ ഡോക്യുമെന്റ്സ് ഉണ്ട്, മൈക്രോ ഡോക്യുമെന്റ്സ് ഉണ്ട്. മാക്രോ എന്ന് പറയുന്ന എക്സ്റ്റെൻസീവ് ഇൻഫർമേഷനും മൈക്രോ എന്ന് പറയുന്നത് ഫോക്കസ്ഡ് ഇൻഫർമേഷനും. ഓക്കെ, കൺവെൻഷണൽ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താ? പേപ്പറിൽ പ്രിന്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ സോഴ്സ്. നോൺ കൺവെൻഷണൽ എന്ന് പറയുന്നത് ഓഡിയോ, വീഡിയോ, അതുപോലെ തന്നെ മൈക്രോ ഫോംസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഇൻഫർമേഷൻ. ഓക്കെ, മൈക്രോഫോൺസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു എന്താ പറയുക, ഒരു ഡോക്യുമെന്റിന്റെ ഫോട്ടോഗ്രാഫിക് റീപ്രൊഡക്ഷൻ ആണ്. അപ്പൊ സൈസ് റെഡ്യൂസ് ചെയ്ത് ഒരു തിൻ ഫിലിമിൽ നമ്മൾ ഒത്തിരി പേപ്പേഴ്സ് സൈസ് റെഡ്യൂസ് ചെയ്ത് നമ്മളിങ്ങനെ കോപ്പി ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന ഡാറ്റ പ്രിസർവേഷൻ ആണ്. എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ആ ഡാറ്റ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും, ലെസ് സ്പേസിൽ. ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്ത പോർഷൻസ് എന്ന് പറയുന്നത്. ഇതില് നമ്മള് ഫസ്റ്റ് പാർട്ട്, അതായത് യൂണിറ്റ് 1 ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പഠിച്ചു ഡോക്യുമെന്റ് റിസോഴ്സ് ആൻഡ് നോൺ ഡോക്യുമെന്റ് റിസോഴ്സസ്, പ്രിന്റ് സോഴ്സ് ആൻഡ് നോൺ പ്രിന്റ് സോഴ്സസ്, പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി, മാക്രോ ആൻഡ് മൈക്രോ, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ്. ഓക്കെ, താങ്ക് യു.